നമസ്കാരം. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം കേരളം കേട്ടത് ഞെട്ടലോടെയാണ്. ഇപ്പോഴിതാ ഈ സംഭവത്തിന് പിന്നിലെ കൂടുതൽ കഥകൾ പുറത്തു വരികയാണ്. വിവാഹമോചിതയായ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം ഇരു കുടുംബങ്ങൾക്കും അറിയാമായിരുന്നു എന്നാണ് വിവരം. കോവിഡ് കാലത്ത് അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് ബന്ധം ആരംഭിച്ചത്. മീൻ വിൽക്കാനെത്തുന്ന വിജയലക്ഷ്മിക്ക് വള്ളത്തിൽ നിന്ന് കൂടുതൽ മീൻ നൽകിയാണ് ജയചന്ദ്രൻ സൗഹൃദം സ്ഥാപിച്ചത്. ബന്ധം തുടരവേ തന്നെ കൊല്ലം സ്വദേശിയായ സുധീഷുമായും വിജയലക്ഷ്മി ബന്ധം നിലനിർത്തിയിരുന്നു. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയലക്ഷ്മിക്ക് മിക്ക ദിവസവും കൂട്ടിനുണ്ടാകുന്നതും സുധീഷാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അന്നേ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയെയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും കരുനാഗപ്പള്ളി പോലീസ് പറഞ്ഞു. ബന്ധം തുടർന്നാൽ ജയചന്ദ്രനെ വെറുതെ വിടില്ല എന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇരു കുടുംബങ്ങൾക്കും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് 18-ാം വാർഡിൽ താമസിച്ച കാലയളവിലും ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും നാട്ടുകാർ ഇടപെട്ട് ഇത് തടഞ്ഞതായും പ്രദേശവാസികളായ സ്ത്രീകൾ പറയുന്നുണ്ട്. ജയചന്ദ്രന്റെയും പുന്നപ്പുറ സ്വദേശി സുനിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷമായി. 15 വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടായത്. കൊലപാതകത്തിന് ഒരാഴ്ച ശേഷം 13-ാം തീയതി ഭാര്യയെയും മകനെയും ജയചന്ദ്രൻ പുന്നപ്രയിൽ നിന്ന് കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. യാതൊരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു ജയചന്ദ്രന്റെ പെരുമാറ്റം. ജോലിക്ക് പോകേണ്ടതിനാൽ തിരികെ പോയ സുനിമോൾ കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി വിളിച്ചു വരുത്തുമ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നത്. വീട് പണിത വകയിൽ 15 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിനുണ്ട്. ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടുജോലിക്ക് കൂടി പോയി തുടങ്ങിയത്. അയൽക്കാരോടും പരിചയക്കാരോടും വീട് വിൽക്കാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. പഴയ വീട്ടിൽ താമസിക്കുന്ന വേളയിലും ജയചന്ദ്രൻ പല സ്ത്രീകളുമായി കറങ്ങാൻ താല്പര്യമുള്ള ആളായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.